ഞാനിത് വെറുതെ പറയുന്നതല്ല. ഓരോ ഖുതുബക്ക് വേണ്ടി കയറുന്ന സമയത്തും പല നാട്ടിലും ചെന്ന് പ്രസംഗിക്കുമ്പോഴും ആൾക്കാർ പറയും, നിങ്ങൾ കടത്തിനെ പറ്റി പറയണം കേട്ടോ. വലിയ സുജായിമാരാ എല്ലാവരും. കടം വാങ്ങി അത് വീട്ടണമെന്ന് പലർക്കും ഇല്ല. അല്ലെങ്കിൽ കടം വാങ്ങിയ വാപ്പാരത് എഴുതി വെക്കുന്നില്ല. അവനാൻ വിശ്വസിച്ചേൽപ്പിച്ചു കൊടുത്തൊരു മുതല്, കടമായിട്ട് കൊടുത്തൊരു പൈസ അയാളെ മരണം കൊണ്ട് എനിക്ക് കിട്ടാത്ത അവസ്ഥ വരുന്ന ആ സമയത്ത് ആ മരിച്ച മയ്യത്തിനോട് നമുക്കുണ്ടാകുന്ന വെറുപ്പാലോചിച്ച് നോക്കി എത്രയാണ്. അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും എഴുതി വെക്കണേ വാപ്പാരെ. എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഭാര്യമാർക്കോ മക്കൾക്കോ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ആരും അറിയാതെ ഞാൻ വാങ്ങിയതാ, ഇങ്ങനെ ഒരു കടണ്ട്. ആൾക്കാർ പറയൂല ചിലര്. ചില ഭർത്താക്കന്മാർക്ക് അത് ഈഗോ പ്രശ്ന. പറഞ്ഞാഞ്ച വില നഷ്ടപ്പെട്ടുവോ, ഞാൻ കടം വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമോന്ന്. വീട്ടു സാധനങ്ങൾ വാങ്ങാനും വീട്ടുൽപ്പന്നങ്ങൾ വാങ്ങാനും മറ്റു പല സാധനത്തിനും കടമായി ഉൽപാദനം വാങ്ങിക്കൂട്ടുന്ന ആളുകൾ കടം ഒരു ലാഘവത്തോടു കൂടി കാണരുത്. കാരണം മരിച്ച മക്കൾ, പിതാവിൻ്റെ കടം പോലും വേണ്ട രീതിയിൽ വീട്ടാത്ത മക്കൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ, ലോകത്തിൻ്റെ തിരുദൂതന്റെ കാലഘട്ടത്തിലുള്ളൊരു വാക്കുണ്ട്, കടം വാങ്ങിയാൽ ഏറ്റവും നല്ല നിലക്ക് തിരിച്ചു കൊടുക്കണം എന്നാ. ഇത് വിഷയം ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഒരുത്തനോട് കുറച്ച് കടം വാങ്ങും, എന്നിട്ട് ആ കടം എനിക്ക് തരാനുള്ളവന് മറ്റോന് മുട്ടിച്ചു കൊടുക്കും. എന്നിട്ട് ഓനോട് പറഞ്ഞ് ഇവനോട് വാങ്ങിക്കോന്ന്. അവനും ഇവനും തമ്മിൽ ബന്ധം ഉണ്ടാവൂല. പിന്നെ ഓൻ എൻ്റെ പിന്നാലെ നടക്കണം. ഓൻ പിന്നെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും പകുതി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കുക. എനിക്ക് ചോദിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരുത്തനോട് വാങ്ങി ഇവിടെ കൊടുത്താൽ മതി എന്ന് പറയാ, ഈ ഓന് കൊടുത്താൽ മതി എന്ന് പറയാ. അവസാനം കടത്തിനൊരു തുമ്പും പാലും ഇല്ലാണ്ടാക്കി കുറെ ആളുകൾ ഇതിൻ്റെ ഇടക്ക് കൊടന്ന് ബുദ്ധിമുട്ടിക്കുക. അതേ രീതിയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ആ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയവൻ കാരണം അന്വേഷിക്കുമ്പോൾ അതിനു വേണ്ടി അയാളോട് തട്ടി കയറുക. ഏതെങ്കിലും ഒരു സാധനം നമ്മളെ വിശ്വസിച്ച് കടം തന്നു, ഓൻ ആ കടം ചോദിക്കുമ്പോഴേക്ക് ഞമ്മക്ക് ഓനോട് ചൊടിയ. ചില ആൾക്കാരെന്താ ചൊടിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാ കടം ചോദിച്ചാന്ന്, കടം തന്നോ ചോദിച്ചാന്ന് എന്നുള്ള കാരണത്തിന്റെ പേരിലാ. അളവ് നിശ്ചയിച്ച് സമയം നിശ്ചയിച്ച കടം തന്നതെങ്കിൽ ആ സമയത്തിന് വീട്ടുക എന്നുള്ളതൊരു മുഅ്മിനിന്റെ ബാധ്യതയാ. അത് വീട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ, ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾ കൊടുക്കണം, ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. അതാ ഇസ്ലാമിന്റെ ചരിത്രവും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ ഒരാള്, തിരുദൂതൻ ഒരാളോട് ഒരു കുതിരയെ വാങ്ങിയിരുന്നു. ആ കുതിരയെ വാങ്ങിയ തിരുദൂതൻ, ഒട്ടകത്തെ വാങ്ങിയ തിരുദൂതൻ, ഒരു വ്യക്തി വന്ന് റസൂലുള്ളാന്റെ അരികിൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്നോടൊരു ഒട്ടകത്തിനെ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് യത്തഖാല്ലാഹു, അതെനിക്ക് വീട്ടണം. നിങ്ങൾ എന്നോട് ഒരു ചെറിയ ഒട്ടകത്തിനെയാ വാങ്ങിയത്, അതെനിക്ക് തിരിച്ചു തരണം. ഫഖാല, തിരുദൂതൻ സഹാബാക്കളോട് തിരിച്ചു പറഞ്ഞു, ഔതൂഹു ഫതലബു സിന്നഹു ഫലം യജിദൂ ലഹു ഇല്ലാ സിന്നൻ ഫൗഖഹ. തിരുദൂതൻ സഹാബാക്കളോട് പറഞ്ഞു, നിന്റെ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ ആ ഒരു ഒട്ടകത്തങ്ങൾ അവന് തിരിച്ചു കൊടുക്കണം. സഹാബാക്കൾ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ ചെന്ന് തെരഞ്ഞു നോക്കിയിട്ട് വന്നു, റസൂലേ, നിങ്ങൾ പറഞ്ഞ ആ വയസ്സുള്ള ഒട്ടകം ആ കൂട്ടത്തിലില്ല. അതിനേക്കാൾ മുന്തിയതും അതിനേക്കാൾ കാണാൻ ഭംഗിയുള്ളതുമായ നല്ല മുഴുത്ത ഒട്ടകങ്ങളാ റസൂലേ ഉള്ളത്, എന്ത് ചെയ്യണം? ഫഖാല, തിരുദൂതൻ സന്തോഷത്തോടെ തിരിച്ചു പറഞ്ഞു, ഔതൂഹു, നിങ്ങൾ അതിലൊന്നിനെ എന്റെ സുഹൃത്തിന് കൊടുക്കണം. ഞാൻ കടം വാങ്ങിയവന് ഒന്നിനെ കൊടുക്കണം. ഫഖാല, ഇത് കേട്ട ആ സുഹൃത്ത് തിരിച്ചു പറഞ്ഞു, ഔഫൈതനി വഫല്ലാഹു ബിക, പ്രവാചകരെ, താങ്കൾ ഏറ്റവും നല്ല കടം വീട്ടുന്നവനാ, അള്ളാഹു നിങ്ങൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു തരട്ടെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു നിൽക്കുന്ന സഹാബാക്കളോട് അള്ളാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഇന്ന ഖിയാറക്കും അഹ്സനുക്കും ഖളാഅൻ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ വാങ്ങിയ കടം ഏറ്റവും വൃത്തിയായും നല്ല രീതിയിലും വീട്ടുന്നവനാ. അതാണ് ഇസ്ലാമിന്റെ മര്യാദ. അതുകൊണ്ട് കടം ആർക്കെങ്കിലും എവിടെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ട്, ചോദിക്കണം. അതൊരു മനസ്സിന്റെ അറിവില്ലായ്മയായിട്ട് കരുതരുത്. ഞാൻ എന്നോട് ഇങ്ങനെ ഒരു പൈസ വാങ്ങിയിരുന്നു, അതെനിക്ക് ഞാൻ കറക്റ്റ് തിരിച്ചു തന്നിട്ടില്ലേ, എനിക്ക് തന്നതിലൊരു കുറവ് എനിക്ക് തോന്നുന്നുണ്ട്, ഓനത് ചോദിക്കാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി മിണ്ടാതെന്നു എന്നതല്ല അതിന്റെ കാരണം. അതൊരു തോന്നലായി മനസ്സിലുണ്ടെങ്കിൽ, നിന്റെ കാഹറം എനിക്ക് രക്ഷപ്പെടണമെന്ന തീരുമാനത്തോടുകൂടി കടത്തിന്റെ വിഷയത്തിൽ ഇനിയെങ്കിലും വ്യക്തതയോടുകൂടി മാന്യമായി ഇടപെടാൻ നമ്മളിൽ ഓരോരുത്തർക്കും സാധിക്കണം. അല്ലെങ്കിൽ പൊങ്ങച്ചത്തിനും ആർഭാടത്തിനും വേണ്ടി വാങ്ങിക്കൂട്ടിയ കടം മതി അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ കുറ്റവാളികളായി തീരാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതേപോലെയുള്ളൊരു വിഷയമാണ്. ആ കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചില ആളുകൾ കണ്ടെത്തുന്ന മാർഗമാണ് പണയം വെക്കുക, കുറി വിളിച്ചെടുക്കുക, അത്തരത്തിലുള്ള പലിശ ഇടപാടുകൾ നടത്തുക, ഊഹക്കച്ചവടം നടത്തുക, നെറ്റ് മാർക്കറ്റിങ്ങുകളിൽ ഇടപെടുക.
എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിച്ച് പിന്നീട് ഭാവിയിൽ ലാഭം കൊയ്യുക എന്നതൊക്കെ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ പൊങ്ങച്ചത്തിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും പണം സമ്പാദിക്കുന്നതിന്റെ ഹറാമും ഹലാലും വേർതിരിക്കാറില്ല. എന്റെ സമ്പത്തിൽ ഒരിഞ്ച് പോലും ഹറാമ് കലർന്നിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ മുൻപിൽ പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ മനുഷ്യരെ നമ്മളെ നമസ്കാരം, പിന്നെന്തിനാ നമ്മളെ നോമ്പ്, പിന്നെന്തിനാ ഈ ദുനിയാവിൽ നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഇബാദത്തുകള്? ഞാൻ സമ്പാദിച്ച സമ്പത്തുകളിൽ ഒരാളുടെ കണ്ണുനീരോ ഹറാമായ ഒരിഞ്ച് പണമോ ഒരു കാലണയോ എന്റെ സമ്പത്തിൽ കൂടിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കണം. ഈമാനുള്ള വ്യക്തികൾക്ക് അതിന് സാധിക്കൂ. ഈമാൻ ഇല്ലാത്തവർക്ക് ഏത് ഈമാൻ? വെറുതെ നിസ്കാരവും നോമ്പും കൊണ്ട് മാത്രം ഈമാൻ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കതിന് സാധിക്കൂല. കാരണം സാമ്പത്തിക വിഷയത്തിൽ പലരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക വിഷയത്തിൽ പലരും വൃത്തികെട്ടവന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദീപസ്തംഭം മഹാചര്യം, എനിക്കും കിട്ടണം പണം, എവിടെന്നെങ്കിലും മുതൽ സമ്പാദിക്കുക, എവിടെന്നെങ്കിലും കുറെ പണം സമ്പാദിക്കുക എന്ന രീതിയിലായിപ്പോയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് പല കുടുംബങ്ങളുടെയും ആധാരം പണയത്തില, കെട്ടിയ പെണ്ണിന്റെ മഹറടക്കം പണയത്തില, പലരും പണയത്തിന്റെ വാഹനത്തിലാ സഞ്ചരിക്കുന്നത്, പലരും പണയത്തിന്റെ കച്ചവട സ്ഥാപനം കൊണ്ടാ ജീവിക്കുന്നത്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പെണ്ണുങ്ങളുടെ പണ്ടം പണയം വെച്ച് വാങ്ങിയ മുതലുകൊണ്ടാണ് വീട്ടിലെ ഫ്രിഡ്ജ് വാങ്ങിയതെങ്കിൽ ആ ഫ്രിഡ്ജിലുള്ള ഒരു ഗ്ലാസ് വെള്ളം അല്ല മനുഷ്യരെ, ആ പലിശ മുതലിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന കാലണ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാലണയാ. ആ പലിശ മുതലുകൊണ്ടാണ് മകള് കഴുത്തിലും കാലിലും വാരി വലിച്ചളിഞ്ഞ് കല്യാണപ്പന്തലിൽ ഇറങ്ങുന്നതെങ്കിൽ ആ ഹറാമായ വേദിയിൽ അള്ളാന്റെ ബർക്കത്തിറങ്ങൂല. കെട്ടിയ പുതിയാപ്ലക്ക് വേണ്ടി അല്ലെങ്കിൽ ചെറുപ്പക്കാരനും മക്കളും പഴയ വസ്തുവിലാണ് കാറായി കൊണ്ട് നടക്കുന്നതെങ്കിൽ, ഞെളിഞ്ഞിരിഞ്ഞ് തലയുയർത്തി നടത്തുന്നുണ്ടെങ്കിലും അള്ളാന്റെ കണ്ണിൽ ഏറ്റവും വലിയ വിഡ്ഢികളാ നമ്മൾ ഓരോരുത്തരും. കാരണം വീട് പണയത്തില, വീട് ലോണില. പലരും ലോൺ എടുത്ത് വീടുണ്ടാക്കുന്നവര് പവറിന് വേണ്ടി, പൊങ്ങച്ചത്തിന് വേണ്ടി അല്ലേ? കുറച്ചൊന്ന് ക്ഷമിച്ചിരുന്ന പലർക്കും കടവും പണയവും ഒഴിവാക്കാൻ പറ്റിയായിരുന്നു. ഭാര്യ ഭർത്താവിനോട് പറയാ, നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാ, നമുക്ക് പവറും പത്രാസും വേണ്ട, നമുക്ക് ആരോടും മത്സരിക്കണ്ട, നിങ്ങൾ ഹലാലായത് പുരയിലേക്ക് കൊണ്ടുവന്നാ മതി എന്ന് പറയുന്ന ഒരു ഭാര്യമാരെ ചൂണ്ടിക്കാണിക്കാൻ, ഞാൻ കുറ്റപ്പെടുത്തല്ലോ, ഒരു ഭാര്യനെ ചൂണ്ടിക്കാണിക്കാൻ എത്ര നാട്ടിലെ എത്ര പേർക്ക് സാധിക്കും? തിരുദൂതന്റെ കാലഘട്ടത്തിൽ സഹാബ പെൺമക്കളെ വ്യക്തിത്വമായിരുന്നു അത്. ധരിക്കുന്ന സലഫി മഫ്ത അവന്റെ ഭർത്താവ് സമ്പാദിച്ച ഹറാമായ മുതലുകൊണ്ടല്ല എന്നുറപ്പ് വരുത്തിയിട്ട് ധരിക്കുന്ന പെൺമക്കളാണ് ഇസ്ലാമിക വ്യക്തിത്വമുള്ള പെൺമക്കൾ. വീട്ടിൽ വെച്ച് വിളമ്പുന്ന അരി അതെന്റെ ഭർത്താവ് ഹറാമായ നിലക്ക് സമ്പാദിച്ചു കൊണ്ടുവന്നതല്ല എന്നുറപ്പ് വരുത്തി വിളമ്പുന്ന ഉമ്മയാ ഖുർആൻ പഠിക്കുന്ന ഇസ്ലാമിക വ്യക്തിത്വമുള്ള ഉമ്മ. അള്ളാഹുവിന്റെ ദുനിയാവിൽ ഞാൻ എന്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തതിലും എന്റെ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുത്തതിലും എന്റെ വീട്ടിലും എന്റെ വാഹനത്തിലും ഹറാമായൊരു മുതലില്ല എന്ന് അള്ളാഹുവിനെ സാക്ഷി പിടിച്ച് ഉറപ്പിക്കാൻ പറ്റുന്നവനാ നെറ്റിത്തടത്തിലെ നിസ്കാരത്താമ്പിന്റെ വ്യക്തിത്വം പ്രകടമാക്കുന്ന മുസ്ലിം. ആ നിലക്ക് മനുഷ്യരെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ മുതലിനെ പറ്റി, അവനാന്റെ സമ്പത്തുകളെ പറ്റി? ഇതെവിടുന്നാ പഠിച്ചോനെ വന്ന്, ഇതെവിടേക്കാ പോകുന്നത്? കഴിഞ്ഞ റമദാനിൽ പലപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അവനാന്റെ സമ്പത്തുകളെ പറ്റി മനുഷ്യരെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. ഈ ദുനിയാവിന്റെ ആർഭാടത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി നമ്മൾ വാരി വലിച്ച് സമ്പാദിക്കുന്ന സമ്പത്തുകളിൽ ഒരു പിടി വറ്റ് ഹറാമ് വേണം അല്ല അള്ളാന്റെ റസൂല് പറഞ്ഞ്. ഒരിഞ്ച് ഒരു മണി വറ്റ് ഹറാമായാൽ അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ തോറ്റുപോകും, നിങ്ങളെ അമലുകൾ അല്ല സ്വീകരിക്കാതാവും. അങ്ങനെ തന്നെ ഹദീസിലുള്ളത്. നിങ്ങളെ അമലുകൾ അല്ല സ്വീകരിക്കാതായി പോകും. അതുകൊണ്ടാ വിശുദ്ധ ഖുർആനിലൂടെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും ലാ യസ്നിയൽ അബ്ദു ഹീന യസ്നി വഹുവ മുഅ്മിൻ. മുഅ്മിനായിക്കൊണ്ടൊരാൾ ഒരിക്കലും വ്യഭിചരിക്കുകയില്ല. വ്യഭിചരിക്കുന്നുണ്ടോ ഓ മുഅ്മിനായിക്കൂല. അതോടൊപ്പം അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർപ്പെടുത്തി വലാ യസ്രിഖു ഹീന യസ്റുഖു വഹുവ മുഅ്മിനുൻ. മുഅ്മിനായിക്കൊണ്ടൊരാളും കക്കുകയില്ല, ഹറാമായി സമ്പാദിക്കൂല. അപ്പൊ എന്റെ നിങ്ങളെ മുതലിലൊക്കെ ഹറാമ് കൂടിയിട്ടുണ്ട്. അള്ളാന്റെ കണ്ണിൽ നമ്മൾ ഇപ്പോഴും കേവലം അഭിനയിക്കുന്ന വെറും അഭിനേതാക്കൾ മാത്ര. അള്ളാഹുവിന്റെ കണ്ണിൽ പടച്ച റബ്ബിന്റെ എതിരാളികളായ ശത്രുക്കളുടെ കൂട്ടത്തിലാ ഞാനുങ്ങളും. മുതല് കണ്ടുവച്ചിട്ടും മുതല് സമ്പാദിച്ചു കൊടുത്തും ദുനിയാവിൽ മക്കളെ സ്നേഹിക്കുന്ന വാപ്പാരോട് ആ മുതലിൽ ഹറാമുണ്ടെങ്കിൽ മക്കളെ ഹറാമ് തീറ്റിച്ച കൂലിയും അള്ളാന്റെ കോടതിയിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഒരു മക്കളോട് ഉമ്മയും വാപ്പയും കാണിക്കുന്ന ഏറ്റവും വലിയ പീഡനം എന്താണെന്നറിയോ? ക്രൂരത. സ്വന്തം മക്കൾക്ക് ഹറാമ് തിന്നാൻ കൊടുക്കുക എന്നുള്ളതാ.
അതിലും വലിയൊരു ക്രൂരതയൊന്നും ഒരു മക്കളോടും വാപ്പാരുമാരും ചെയ്യുന്നില്ല. പക്ഷെ വാപ്പാർക്കുമാർക്കും ബേജാറാ, അവനാന്റെ മക്കള് നശിച്ചുപോയി, ബാക്കിയുള്ളവന്റെ മക്കള് നല്ല നിലക്കായി എന്ന്. തൊട്ട് വേലിന്റെ അപ്പുറത്തുള്ളവന്റെ മകൻ ഗൾഫ് പോയി അത്യാവശ്യം 6 ശമ്പളം വാങ്ങി നല്ലൊരു ബന്ധമൊക്കെ കിട്ടി ഇങ്ങനെ കല്യാണം കഴിക്കുമ്പം വാപ്പാരൊറ്റക്ക് ഇരുന്ന് കരയും, ഉമ്മാരൊറ്റക്ക് സങ്കടപ്പെടും. എൻ്റെ മക്കളൊന്നും ഒരു നല്ല നിലക്കായില്ല, നല്ല നിലക്ക് ഉണ്ടാക്കി കൊടുക്കാനും എന്നെ കൊണ്ട് പറ്റിയില്ല. ഒരുപക്ഷെ അതായിരിക്കും ഹൈറ്. നിങ്ങൾ കൊടുത്ത ഒരു പിടി വറ്റില് ഹറാമില്ലേ, അത് മതി നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ചെയ്യുന്ന പുണ്യം, അതാ ഏറ്റവും വലിയ ഹൈറും. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും അവനാന്റെ സ്വത്തും ജീവിതവും എനിക്കെന്ത് തന്നു, ഇഹലോകത്തെ നഷ്ടം പരലോകത്തെ നഷ്ടം എന്നതിനെപ്പറ്റി കണക്കെടുക്കണം മരണമെത്തുന്നതിന്റെ മുൻപ്. ശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിച്ചതും ആ ചോദ്യമാ, വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അവിവേകികളും അക്രമകാരികളും ചെയ്യുന്നതിനെ പറ്റി അള്ളാഹ് അശ്രദ്ധനാണ് നിങ്ങൾ വിചാരിക്കണ്ടട്ടോ. ആരും അറിയാണ്ട് കൊണ്ടെടുക്കുക ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആരും അറിയാണ്ട് ഉപയോഗിക്കുക ആ മുതല്. മനുഷ്യരെ, നമ്മളെ സമ്പത്തിലേക്ക് ഹറാമ് കയറ്റാൻ ശൈത്താൻ ഒരു പ്രത്യേക തന്ത്രാന്നാ. സഹാബാക്കൾ അങ്ങനെ തന്നെയാ വിശദീകരിച്ചു. ഒരു ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മളെ എമൗണ്ട് ഇങ്ങനെ പോകും. ആദ്യത്തെ എമൗണ്ട് ഇട്ട് ഇത്ര പൈസ നമുക്കതിലുണ്ട്. ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് വന്നു 140 ഉറുപ്യ അതിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ ഉസ്താദുമാരോട് ചോദ്യം ചോദിക്കും, ഇൻട്രസ്റ്റ് എന്താ ചെയ്യേണ്ടി, എങ്ങനെയാ അത് ഒഴിവാക്കേണ്ടി, എല്ലാം നമ്മൾ ഉറപ്പിച്ച് ഉത്തരം വാങ്ങി. വർഷങ്ങൾ 1ഉം 2ഉം കഴിഞ്ഞു. ഒരു അത്യാവശ്യ ഘട്ടത്തില് മകനൊരു വീടിന്റെ പണി തുടങ്ങിയപ്പോ അല്ലെങ്കിൽ 10-25 ചാക്ക് സിമന്റിന് പണം തികയുന്നില്ല. മോമെന്ന് ചോദിച്ചു, വാപ്പ അങ്ങളേൽ എന്തോ ഉണ്ടോ? വാപ്പറിന് എന്തോ ഉണ്ട് എന്റെ ബാങ്കില്. ചെന്നു നോക്കുമ്പം 10,000 മേലുണ്ട്. ഉള്ള 10,000 വിളിച്ച് തുച്ഛമായ ചില്ലറ അവിടെ വെച്ച് ആ 10,000 കൊണ്ട് മോനൊരു 10-25 ചാക്ക് സിമന്റ് വാങ്ങി കൊടുക്കുമ്പോ കഴിഞ്ഞ 2 കൊല്ലത്തിന്റെ ഇടക്ക് ആ മുതൽമ ചേർന്ന പലിശ ഏത് വാപ്പാരാ വേണ്ടാന്ന് വെക്കല്? ആർക്കത് വേർതിരിക്കാൻ പറ്റല്? അള്ള ഒരു അടിമക്ക് കൊടുക്കുന്ന പണത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കാത്ത ഒരു അടിമക്ക് അള്ള കൊടുക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ? സ്വന്തം മുതലിൽ ഹറാമും ഹലാലും വേർതിരിക്കാനുള്ള ഒരു കൈവോനുണ്ടാവില്ല. നിങ്ങൾ ഓരോരുത്തരും അവനാന്റെ മുതലൊന്ന് മുൻപിൽ വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കി, പടച്ചോനെ ഇതിൽ എന്തൊക്കെയാ ഇപ്പൊ ഹറാമ് കൂടിയേ, ഇതിൽ എന്തൊക്കെയാ ഇപ്പൊ ഹലാലുള്ളത്? ഒരു വേർതിരിവ് കണ്ടെത്താൻ പോലും ചിലർക്ക് പറ്റൂല. അത്രമാത്രം ഹറാം അതിൻ്റെയോട് കൂടിയിട്ടുണ്ടാവും. ആ ചിന്ത പോലും എൻ്റെ മനസ്സിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ നിലക്കല്ലേ ഇന്ന് പലരും നിലനിന്നു പോകുന്നത്. എന്തായാലും ആർഭാടത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി ചില ആൾക്കാർ പറയും വീടൊക്കെ വലുതാ, പക്ഷേ 3/4 ഭാഗവും പലിശയില, 3/4 ഭാഗവും പണയത്തിലാന്നാ പറയാ. നല്ല കുളൂസിലൊരു 1,500-2,500 സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കും, എളിഞ്ഞിരുന്ന് ഒരു വലിയ തക്കാരവും കഴിച്ച് വീട്ടുകൂടലും നടത്തും. സുബ്ഹാനല്ലാ, എന്നാ മനുഷ്യരെ അതിൻ്റെ ഉള്ളിലുള്ള ഹറാമൊന്ന് തീരുക? എന്നാ പടച്ചറബ് തിരിച്ചു കൊളിച്ചുകൊണ്ട് പോകുന്നതിന് മുൻപ് അതൊന്ന് ഹലാലാക്കാൻ പറ്റുക? ആ ഹറാമായ മുതലില സഞ്ചാരം, ആ ഹറാമായ മുതലില താമസം, വസ്ത്രത്തിൽ പോലും ഹറാമ്, കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമ്, അവനാൻ്റെ കുടുംബത്തിൽ ചെലവാക്കുന്ന പണത്തിൽ ഹറാമ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പൈസ എങ്ങനെ കിട്ടുന്നു എന്നല്ല മനുഷ്യന്മാരെ നോട്ടം, കിട്ടിയാൽ മതി അതെങ്ങനെങ്കിലും. ആ പണം സമ്പാദിക്കാൻ കണ്ടെത്തുന്ന മാർഗാണ് ഇന്ന് പണയം വെക്കുക, അതുമാതിരി വിളിച്ച കുറിയെടുക്കുക. അതൊക്കെ ഉണ്ടെങ്കിലേ നടന്നു പോകുന്ന ചിലരുടെ ന്യായം. ലോകത്തിൻ്റെ തിരുദൂതൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഹലാലായ നിലക്ക് കച്ചവടം നടത്താൻ പറ്റിയാൽ നിങ്ങൾ കച്ചവടം നിർത്തി അവൻ ആടിനെ മേയ്ക്കാൻ പോയിക്കോട്ടെ എന്നാ പാപം കുറയുന്നു. അല്ലാണ്ട് കച്ചവടത്തിലൊന്ന് കുളൂസായി ഷാറാക്കിക്കോട്ടെ എന്നല്ല. അത്ര ഗൗരവത്തോടെ ഇസ്ലാം പഠിപ്പിച്ചൊരു മാർഗം. എൻ്റെ സ്വത്തിൽ പടച്ചോനെ ഒരു ഹറാമും ഞാൻ കലർത്തിയിട്ടില്ല അറിഞ്ഞുകൊണ്ട്, ഞാൻ അതിന് മെനക്കെട്ടിട്ടില്ല റബ്ബേ. ഇന്ന് നാവിനേഷം നീട്ടണ്ടായാൽ മതി. ഓൻ റിയൽ എസ്റ്റേറ്റുകാരനാ. എട്ടയാളന്മാരായി നിന്ന് കമ്മീഷൻ പറ്റുന്നവരില്ലേ? മേലനങ്ങാതെ കമ്മീഷൻ പറ്റുന്ന ആൾക്കാരില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ തമാശക്ക് വേണ്ടിയെങ്കിലും പറയാറുണ്ട്, നോമ്പായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പിരിവിൻ്റെ കാല. എന്നിട്ട് ആൾക്കാർ പിരിവ് വാങ്ങിയിട്ട് അതിൻ്റെ കമ്മീഷൻ പറ്റും ഒരധ്വാനവും ഇല്ലാതെ. അവനാൻ്റെ ഒരു അധ്വാനത്തിന് എന്തെങ്കിലും വാങ്ങാം, അവൻ തൃപ്തിപ്പെട്ട് തരുന്നതുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിലും മാത്രം വാങ്ങുക എന്നുള്ളതല്ലാതെ ഇന്ന് നല്ല ജോലിയും കൂലിയും ഉണ്ടായിട്ടും ഇടയാളന്മാരായി നിന്ന് കമ്മീഷൻ പറ്റുന്നവരുണ്ട്. വെറുതെ ഒരു നാവ് വെറുതെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് വെറുതെ ഒരു ഇടയാളന്മാരായിട്ട് നിന്ന്, എന്നിട്ടോ കിട്ടിയ ലക്ഷം കൊണ്ട് വാപ്പനെയും ഇമ്മനെയും ഒരു ഉംറക്ക് പറഞ്ഞേക്കും, അല്ലെ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഒരു ഹജ്ജിന് പോകും. എന്നാ പിന്നെ സമ്പാദിച്ച മുതൽ അള്ളെ അങ്ങ് കബൂലാക്കി കളയൊന്ന് പഠിപ്പിച്ച മതമല്ലട്ടോ ഇസ്ലാം. കാലണക്ക് അള്ളാനോട് കണക്ക് പറയേണ്ടി വരും. അത് കാലണയാണെങ്കിൽ അതിൻ്റെ ഉത്തരം പറയിപ്പിച്ചിട്ടല്ലാണ്ട് അള്ള പരലോകത്ത് കാലിൻ്റെ ഒരു അടി മുൻപോട്ട് വെക്കാൻ സമ്മതിക്കൂല. ലോകത്തിൻ്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതാ,
സമ്പാദ്യം എവിടുന്ന് വന്നു, അതെങ്ങോട്ടൊക്കെ പോയി എന്നുള്ള ചോദിക്കും. ആ വ്യക്തിത്വം നമുക്ക് പറയാൻ പറ്റണം. പക്ഷേ എൻ്റെ മുതൽ ഇങ്ങനെയാണ് വന്ന്, അതിൽ ഞാൻ ഹലാലായ നിലക്ക് ഇങ്ങനെ ചെയ്തു, ഹറാമായ ഒരു നിലക്ക് ഞാൻ എൻ്റെ മുതൽ കൊടുത്തിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ ആ തോന്നിയാസത്തിന് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന മുഅ്മിനീങ്ങളാവണം.